ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ രാവിലെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവേ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടി ഇല്ല, റിച്ചാന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റതായിരുന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം എന്താ രാവിലെ നമ്മുടെ ഫ്രണ്ടിൽ പാടമാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, മിക്ക വീഡിയോയുടെയും ഇൻട്രോ എന്ന് പറയുന്നത് ആ ഒരു പാടം എടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല തണുപ്പായിരുന്നു രാവിലെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതിയെ അടുക്കളയിലേക്ക് കയറി. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് തോരൻ വെക്കാമെന്ന് വെച്ചു. ക്യാബേജ് തോരനും വേറെ എന്തെങ്കിലും കൂട്ടാനും കൂടെ നോക്കണം. മീനൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ ക്യാബേജ് എല്ലാം തോരൻ വെക്കാനായിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ചു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്രത്യേകിച്ച് ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല. റിച്ചാനും എനിക്കും രാവിലെ ചോറാണ് ഏറ്റവും പ്രിയം. പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറക്കമാണ്. അവർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് കിടന്നതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് താമസിക്കും. ഒരു 11 മണിയൊക്കെ ആകാതെ അവർ എഴുന്നേൽക്കില്ല. അപ്പം അവരും അങ്ങനെ ഉറങ്ങുന്നു. ഞാൻ രാവിലെ റിച്ചാനെ വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസം ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനേ വരുള്ളൂ. എളുപ്പത്തിൽ പണി തീരാനുള്ള പലഹാരങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഇതുപോലെ ചോറായിരിക്കും ഞങ്ങൾ രാവിലെ കഴിക്കുക. കഞ്ഞിയും പയറും അല്ലെങ്കിൽ ചോറ് കറികൾ അത് മാത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉച്ചക്കത്തേക്ക് രാവിലത്തേക്ക് ഉണ്ടാക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അത് സത്യത്തിലൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുകയാണ്. ചിലർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പലഹാരം തന്നെ വേണം നിർബന്ധമുള്ളവരുണ്ടല്ലോ. ഏതായാലും റിച്ചാൻ്റെ കേസിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഇതുപോലെ ക്യാബേജൊക്കെ തോരൻ വെക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. സാധാ നമ്മളെല്ലാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പക്ഷേ ചിലർ ക്യാബേജിൻ്റെ കൂടെ ഉണക്ക ഞാനും അങ്ങനെ വെക്കാറുണ്ട്. ഇവിടെ റിച്ചാന് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക കൊഞ്ചും കൂടെ ചേർത്തിട്ട് ക്യാബേജ് തോരൻ വയ്ക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ കൊഞ്ചിരിപ്പുണ്ടായിരുന്നില്ല. രാവിലെ ഇപ്പോൾ റിച്ചാൻ എന്തോ എന്നോട് ചോദിക്കാനായിട്ട് വന്നതാണ്. ഇപ്പം പോകാനുള്ള ഒരുക്കമൊക്കെയാണ്. ക്യാബേജ് തോരൻ ഒരു ഭാഗത്ത് വേകുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ചമ്മന്തി, ക്യാബേജ് തോരൻ ചമ്മന്തി, പിന്നെ കുറച്ച് മത്തങ്ങ അരിശ്ശേരിയും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് കരുതുന്നു. അപ്പം ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പകൽ പരിപാടിയൊന്നുമില്ല. പക്ഷേ വൈകിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് വൈകിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഡ്യൂട്ടിക്ക് പോകുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പം വൈകിട്ടത്തെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഉണ്ട്. നോട്ടൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു. എങ്കിലും ഒന്ന് ക്ലാസ് എടുക്കത്തക്ക രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ എനിക്ക് പകലുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇന്ന് പകൽ പണിയൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള പ്രോഗ്രാമൊന്നും ഇന്നില്ല. അതുകൊണ്ടാണ് രാവിലെയാണ് തിരക്കുള്ള സമയം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾ കാണുമ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയാണോ അതിനകത്ത് പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാതിരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോയിലകത്ത് കാണുന്നത് എന്താണോ അതാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്കത്തെ പ്ലാന് ഫുഡിൻ്റെ ക്യാബേജ് തോരനും ചമ്മന്തി മത്തങ്ങ അരിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പം അത് മൂന്നും കൂടെ കൊടുത്തു വിടാനായിട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ നോൺ വെജ് വേണം, മീനുണ്ടെങ്കിലേ കഴിക്കൂ അങ്ങനെ നിർബന്ധമുള്ളവരാരും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചോറ് ഇഷ്ടമേ അല്ല. അപ്പോൾ അവർക്കിങ്ങനെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള പലഹാരമാണ് അവർക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൂടുതൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ ഇവർക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അഴുക്കാണ്. മൂത്തയാളുടെ പല്ലെടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടിയുള്ളതുപോലെ അങ്ങനെ ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു പക്ഷേ ന്യൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഒന്നും പ്ലാൻ ചെയ്തില്ല. അവർ എഴുന്നേറ്റ് വരുന്ന ആ ഒരു ടൈമിലേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ മോർണിംഗ് എടുക്കുന്നത്. ഇത്രയും നമുക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഭയങ്കര ഫാസ്റ്റായിട്ട് കാണുന്ന പോലെ വളരെ കൂളായിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ധൃതി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ റിച്ചാൻ പോവാനായിട്ട് ഇനി ലഞ്ച് ബോക്സ് എടുക്കണം, അതേപോലെ തന്നെ തുണി തേക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രമേ ഇനി എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഒരു ഉച്ചക്കത്തെയും രാവിലത്തേക്കും കൂടെ ഒരുമിച്ച് കഴിക്കാറാണ് പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണോയെന്നറിയില്ല, വിശപ്പ് തീരെയില്ല. ജോലിക്കൊക്കെ പോകുന്ന സമയമാണെങ്കിൽ ഒരു 11 മണി അല്ലെങ്കിൽ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കും. അപ്പം ഇവിടെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ സ്നാക്സൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ വിശപ്പ് തോന്നാത്തത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ചോറെടുക്കാനായിട്ട് ഇങ്ങനെ ടിഫിൻ ബോക്സൊക്കെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചു. നേരത്തെ ഞാൻ തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ലഞ്ച് ബോക്സ് കഴുകി വെക്കുന്നത് ചൂടുവെള്ളത്തിനകത്തേക്ക്, തിളച്ച വെള്ളത്തിനകത്തേക്ക് ഒന്ന് സോപ്പിട്ട് കഴുകുക, എന്നാലും ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം ആകുമ്പോഴല്ലേ കഴിക്കുന്നത്, അപ്പോൾ ചോറ് ഒരു പക്ഷേ കേടാവാനും, അതുപോലെ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്നതല്ലേ പാത്രം, അപ്പം മറ്റണുക്കളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളങ്ങനെ ഒന്ന് നമ്മളുടെ ടിഫിൻ ബോക്സ് ആണെങ്കിൽ ലഞ്ച് ബോക്സ് ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെച്ചു, ചമ്മന്തി അരച്ചത് വെച്ചു. ഇനിയിപ്പോൾ ക്യാബേജ് തോരനും പിന്നെ വേറൊരു ബോട്ടിൽ മത്തങ്ങ അരിശ്ശേരി എടുക്കുന്നുണ്ട്. മത്തങ്ങ അരിശ്ശേരി ഒന്നും വെച്ചാൽ ഇഷ്ടമുള്ള കറിയല്ല, ക്യാബേജ് തോരനും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരു സംതൃപ്തിക്ക് കറി കൊടുത്തു വിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഉച്ചയ്ക്ക് കഴിക്കുമ്പം ചോറും ഈ ക്യാബേജ് തോരനും മാത്രം ആകുമ്പോഴത്തേക്കൊരു ഉണങ്ങിയ പോലെ ഇരിക്കില്ലേ ചോറ്, അതുകൊണ്ട് ഒരു ചാറുകറി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. മോര് അങ്ങനെയുള്ള ചാറുകറി ഒന്നും വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ ഇന്നലെ സാമ്പാറായിരുന്നു, ഇന്നിപ്പോൾ മത്തങ്ങ അരിശ്ശേരി ഞാൻ കൊടുത്തു വിട്ടു. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണി തേക്കണം. റിച്ചാൻ്റെ ഷർട്ട് തേക്കണം. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നെങ്കിൽ ഞാൻ തലേദിവസം സാരിയും അതുപോലെ റിച്ചാൻ്റെ ഷർട്ടും ഒക്കെ തേച്ച് വെക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ ടൈം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും, അതുതന്നെയല്ല ഇന്നിപ്പോൾ ഇത്രയും ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾ ഉറക്കമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് അവരും വരും, അപ്പം വീഡിയോ ഇടയ്ക്ക് സ്റ്റക്കായി പോവും, വീഡിയോ എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇന്ന് ഇത്ര സ്മൂത്തായിട്ട് വീഡിയോ പോകാൻ കാരണം കുഞ്ഞുങ്ങൾ ഉറക്കമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ തേച്ചു. ഇപ്പം റിച്ചാൻ ഇനി ഒരുങ്ങണം. അതിനുശേഷം റിച്ചാൻ പോയി കഴിഞ്ഞ് ഞാൻ പൊതുവേ എൻ്റെ പണികളെല്ലാം തീർത്ത് കഴിഞ്ഞൊരു കട്ടൻ കാപ്പി കുടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ആ ഒരു ശീലം നല്ലതാണോ എന്നറിയില്ല, പക്ഷേ നമുക്ക് മൈൻഡിനൊരു റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ റിച്ചാൻ പോയി ഇങ്ങനെ മുറ്റത്ത് സിറ്റൗട്ടിൽ വന്നിരുന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇനി അടുത്ത പരിപാടി എന്താണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത എൻ്റെ പരിപാടി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ചോ എന്നറിയില്ല, എങ്കിലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് തരാനായിട്ട് ഞാനും ട്രൈ ചെയ്യാം.